I've been doing some thinking, and I got some stuff that I wanted to share with you. Dad, is this an itemized list of all the expenses of being my father? Yeah. Dad, there's baby food on here. Do you know where you would be without me? We're over. കഴിഞ്ഞ വർഷം, അതായത് 2025, സിനിമയെ സംബന്ധിച്ച് ഒരു വലിയ വർഷമായിരുന്നു. ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത പല പടങ്ങളും നമ്മൾ കണ്ടു. പക്ഷേ ആ ബഹളങ്ങൾക്കിടയിൽ തിയേറ്ററിലോ സ്ട്രീമിംഗിലോ അർഹിക്കുന്ന ശ്രദ്ധ കിട്ടാതെ പോയ ചിലതുണ്ട്. അണ്ടർ റേറ്റഡ് ജെംസ് എന്ന് വിളിക്കാവുന്ന 10 സിനിമകൾ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നമ്പറുകളിട്ട് എണ്ണുകയല്ല, മറിച്ച് ഈ സിനിമകളെക്കുറിച്ച് ഒരു യാത്ര പോലെ സംസാരിക്കാം. ആദ്യം നമുക്ക് കുറച്ച് ലൈറ്റായ, മനസ്സിന് സന്തോഷം തരുന്ന സിനിമകളിൽ നിന്ന് തുടങ്ങാം. റൊമാൻറ്റിക് കോമഡികൾ പലപ്പോഴും ക്ലീഷയാകാറുണ്ട്, പക്ഷേ എ നൈസ് ഇന്ത്യൻ ബോയ് അങ്ങനെയല്ല. കരൺ സോണി ലീഡ് ചെയ്യുന്ന ഈ ചിത്രം ഒരു ടിപ്പിക്കൽ ലവ് സ്റ്റോറി എന്നതിലുപരി ഫാമിലി ഡൈനാമിക്സിനെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്. ഇതിന്റെ സ്ക്രീൻ പ്ലേ അത്രത്തോളം ഓർഗാനിക്കാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഡെപ്ത് ഈ സിനിമയ്ക്കുണ്ട്. We think it's wonderful that you're white. ഇതുപോലെ തന്നെ വലിയ ബഹളങ്ങളില്ലാതെ നമ്മളെ ആകർഷിക്കുന്ന മറ്റൊരു കൊച്ചു ചിത്രമാണ് ദ ബാലഡ് ഓഫ് വാളിസ് ഐലൻഡ്. ഇതൊരു ഇൻഡി പടമാണ്. ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ കഥ പറയുന്ന ഇതിന്റെ അറ്റ്മോസ്ഫിയറാണ് മെയിൻ ഹൈലൈറ്റ്. 2025 ഇറങ്ങിയവയിൽ ഏറ്റവും നല്ല ക്യാരക്ടർ സ്റ്റഡി നടത്തിയ സിനിമകളിൽ ഒന്നാണിത്. Oh my gosh, I'm so sorry. I'm not really used to having guests. ഈ ഒരു ഫീൽ ഗുഡ് കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷത്തെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒരുപക്ഷെ ബോബ് ട്രിവീനോ ലൈക്സ് ഇറ്റ് ആയിരിക്കും. ബാർബി ഫെറേറയും ജോൺ ലെഗ്വിസാമോയും മത്സരിച്ചഭിനയിച്ച ചിത്രം. ഫേസ്ബുക്കിൽ അച്ഛൻ്റെ പേരുള്ള മറ്റൊരാളെ കണ്ടെത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നാം, പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് വല്ലാതെ ഇമോഷണലാണ്. കണ്ടുകഴിയുമ്പോൾ നമ്മളറിയാതെ കണ്ണു നിറയും. This is embarrassing. I'm sorry. Lily, you're gonna learn that sometimes in life, shit happens. ഇനി നമുക്ക് ഗിയർ ഒന്ന് മാറ്റാം. ഇമോഷൻസിൽ നിന്ന് കുറച്ചുകൂടി ഡാർക്കായ, ഇൻറ്റൻസായ ഏരിയയിലേക്ക്. നിങ്ങൾക്ക് സ്ലോ ബേൺ ക്രൈം ഡ്രാമാസ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ടതാണ് സോവറിൻ. നിക് ഓഫർമാന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണിതിൽ. കാണാതെ മകളെ അന്വേഷിക്കുന്ന അച്ഛൻ എന്നത് പുതിയ കഥയല്ല, പക്ഷേ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫിയും അതിന്റെ ഡാർക്ക് ടോണും ഇതിനെ വേറൊരു ലെവലിൽ എത്തിക്കുന്നുണ്ട്. Your father has he ever been violent? Next time aim more for the head. You know they wear bulletproof vests. അതേസമയം കുറച്ചുകൂടി ഫാസ്റ്റ് പേസ്ഡായ ഹൈ ഓക്ടെയിൻ ആക്ഷൻ ആണ് വേണ്ടതെങ്കിലോ അതാണ് ഷീ റൈറ്റ്സ് ഷോട്ട്ഗൺ. ടാരൻ എഗർട്ടൺ നായകനായ ഈ സിനിമയിൽ സ്റ്റൈലിഷായ ആക്ഷൻ സീക്വൻസുകൾ മാത്രമല്ല ഉള്ളത്. ജയിലിൽ നിന്നിറങ്ങിയ അച്ഛനും മകളും തമ്മിലുള്ള കെമിസ്ട്രി ഇതിന്റെ വലിയൊരു പ്ലസ് പോയിന്റാണ്. 2025 ഏറ്റവും സ്റ്റൈലിഷ് ത്രില്ലറുകളിൽ ഒന്നാണിത്. I'll keep you safe. Promise. Promise. ത്രില്ലറുകളുടെ കാര്യം പറയുമ്പോൾ നമ്മളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സിനിമയുണ്ട്, ലോസ് ഫ്രിക്കീസ്. ഇതൊരു ട്രൂ സ്റ്റോറി ബേസ്ഡ് ആണ്. 90കളിലെ ക്യൂബയിൽ പട്ടിണി മാറ്റാൻ വേണ്ടി സ്വയം ഒരു മാരക രോഗം ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥ. ഇതിന്റെ വിഷ്വൽസും ആ കുട്ടികളുടെ അഭിനയവും വല്ലാത്തൊരു ഷോക്ക് വാല്യൂ തരുന്നുണ്ട്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് ഫോർ ദ ഫെയിന്റ് ഹാർട്ടഡ്. ഇനി നമുക്ക് കുറച്ച് സസ്പെൻസ് ആയാലോ. ശ്വാസം അടക്കിപ്പിടിച്ച് കണ്ടിരിക്കാവുന്ന 3 ത്രില്ലറുകൾ. ആപ്പിൾ TV+ റിലീസ് ചെയ്ത എക്കോ വാലി പലരും മിസ് ചെയ്തു. ജൂലിയൻ മൂറും സിഡ്നി സ്വീനിയും ഒന്നിക്കുന്ന ഈ ചിത്രം ഒരു പക്ക സൈക്കോളജിക്കൽ ത്രില്ലറാണ്. മേയർ ഓഫ് ഈസ്റ്റൗണിന്റെ ക്രിയേറ്ററാണ് ഇതിന്റെ രചന. അതുകൊണ്ട് തന്നെ അവസാനം വരെ ആ ടെൻഷൻ നിലനിർത്താൻ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തിയേറ്ററിൽ കാണേണ്ടിയിരുന്ന ഒരു സർവൈവൽ ത്രില്ലറായിരുന്നു ദ ലോസ്റ്റ് ബസ്. പോൾ ഗ്രീൻഗ്രാസ് ഡയറക്ട് ചെയ്ത ഈ പടം കാലിഫോർണിയ കാട്ടുതീയുടെ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത്. ഇതിന്റെ സൗണ്ട് ഡിസൈൻ എടുത്തു പറയേണ്ടതാണ്. തീ പിടിച്ച കാട്ടിനുള്ളിലൂടെ ആ ബസ് പോകുമ്പോൾ നമ്മളും കൂടെയുള്ളതുപോലെ തോന്നും. മാത്യു മെക്കോനഹയുടെ പ്രകടനവും ഗംഭീരമാണ്. ത്രില്ലറുകളുടെ കാര്യം പറയുമ്പോൾ 2025 ഏറ്റവും അണ്ടർ റേറ്റഡ് മൂവി ഏതാണെന്ന് ചോദിച്ചാൽ അത് റിലേ ആണ്. റിസ് അഹമ്മദ് നായകനായ ഈ ചിത്രം പഴയ ക്ലാസിക് ത്രില്ലറുകളെ ഓർമ്മിപ്പിക്കും.
കോർപ്പറേറ്റ് രഹസ്യങ്ങളും വിസിൽ ബ്ലോവേഴ്സുമൊക്കെയാണ് വിഷയം. ഒരു നിമിഷം പോലും ലാഗ് ഇല്ലാത്ത ഇതിന്റെ എഡിറ്റിംഗും സ്ക്രീൻ പ്ലേയുമാണ് ഇതിനെ ഒരു മസ്റ്റ് വാച്ച് ആക്കുന്നത്. There are official channels, but there are unofficial ones. Who is he? ആൻഡ് ഫൈനലി, ഇതിനെല്ലാം മുകളിൽ നിൽക്കുന്ന 2025 ഇറങ്ങിയ ഒരു മാസ്റ്റർ പീസ്, ട്രെയിൻ ഡ്രീംസ്. ഇതൊരു സിനിമ എന്നതിലുപരി ഒരു കവിതയാണ്. ഡെമിൻസ് ജോൺസന്റെ നോവലിനെ ആസ്പദമാക്കി ജോയൽ എഡ്ജർട്ടൺ അഭിനയിച്ച ഈ ചിത്രം അമേരിക്കൻ വെസ്റ്റിലെ ഒരു സാധാരണ തൊഴിലാളിയുടെ ജീവിതയാത്രയാണ്. എന്തുകൊണ്ടിത് കാണണം? ഇതിന്റെ സിനിമാറ്റോഗ്രാഫി അത്രത്തോളം മനോഹരമാണ്. മനുഷ്യന്റെ ഏകാന്തതയും പ്രകൃതിയുടെ വന്യതയും ഇത്രയും നന്നായി ഒപ്പിയെടുത്ത മറ്റൊരു സിനിമ ഈ അടുത്തെങ്ങും വന്നിട്ടില്ല. ഇതൊരു കൊമേഴ്ഷ്യൽ മസാല പടമല്ല, മറിച്ച് ഭാവിയിൽ ഒരു കൾട്ട് ക്ലാസിക് ആകാൻ പോകുന്ന സിനിമയാണ്. What are you thinking about? I was thinking that we ought to get married. സോ ഇതൊക്കെയാണ് 2025 നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത സിനിമകൾ. ഇതിൽ നിങ്ങൾ ഏതാണ് ആദ്യം കാണാൻ പോകുന്നത്? താഴെ കമന്റ് ചെയ്യൂ. See you in the next episode of Shooting Star.